ഛത്തീസ്ഗഡിൽ നിന്ന് അനൂപ് ദാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അനൂപ്, ഇന്ന് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആ രണ്ട് കന്യാസ്ത്രീകളും. കേൾക്കുക പോലും ചെയ്യാതെ നിരസിച്ചു. ഇനി NIA കോർട്ടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. UAPA അടക്കം ചുമത്തുമോ എന്ന വലിയ ആശങ്കയും ഇപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ട്. ഇനി എന്താണ് മുന്നോട്ട്? ഭാരതീയ ന്യായ സംഹിതയിലെ 143-ാം വകുപ്പ് പ്രകാരമാണ് രണ്ട് കന്യാസ്ത്രീകൾക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഞങ്ങളുടെ അധികാര പരിധിയിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ കേസ് പരിഗണിച്ച ജഡ്ജി ജാമ്യം പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അതിനുശേഷം സെഷൻസ് കോടതിയെ സമീപിച്ചപ്പോഴും സമാനമായ ഉത്തരവാണ് കോടതിയിൽ നിന്ന് വന്നത്. എന്നാൽ കോടതിയിൽ നടന്ന സംഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കോടതിയിൽ ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി വാദിച്ച ആളുകൾ ഇവർ നിരപരാധികളാണ്, കള്ളക്കേസാണ് എന്ന് വാദിച്ചു. എന്നാൽ അതിനുശേഷം പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ ആളുകളൊക്കെ മനുഷ്യക്കടത്തിൻ്റെ ആളുകളാണ്, മതപരിവർത്തനത്തിൻ്റെ ആളുകളാണ്, ഇവർക്ക് ഇപ്പോൾ ജാമ്യം നൽകിക്കഴിഞ്ഞാൽ അത് മതപരിവർത്തനത്തിന് കൂടുതൽ സഹായമാകും എന്ന നിലയിൽ വാദം മുന്നോട്ട് വെച്ചു. അതുമാത്രവുമല്ല, ഈ കേസ് പരിഗണിക്കേണ്ടത് ഈ കോടതിയല്ല എന്നുകൂടി പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. BJP നേതാക്കൾ പറയുന്നത് ഞങ്ങൾ കന്യാസ്ത്രീകൾക്ക് വേണ്ടി കോടതിയിൽ വാദിക്കും, അവർക്ക് വേണ്ടി നിലനിൽക്കും എന്നാണ്. എന്നാൽ നേരെ തിരിച്ചാണ് നടന്നത് എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ട്. ഇതിനകം തന്നെ പല കോർണറുകളിൽ നിന്നും ഭരണ സംവിധാനത്തിൽ നിന്നൊക്കെ ഇത് ശരിയായ നടപടിയല്ല എന്നുള്ള അഭിപ്രായമുണ്ട്. യഥാർത്ഥത്തിൽ ഭരണകൂടം തീരുമാനിക്കുകയാണെങ്കിൽ ഒരു ഉത്തരവിലൂടെ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ മുഴുവനും പിൻവലിക്കാൻ സാധിക്കും. രണ്ട് കന്യാസ്ത്രീമാരെയും അവരുടെ സഹോദരങ്ങൾ ഇന്ന് ജയിലിലെത്തി കണ്ടിരുന്നു. ജയിലിൽ നിന്ന് അവരെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഈ സഹോദരിയുടെയും സഹോദരന്മാരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. കുറേ സമയം ആ ജയിലിൻ്റെ പരിസരത്ത് നിന്ന ശേഷമാണ് മാധ്യമങ്ങളുടെ അടുത്തേക്ക് അവർ വന്നത്. വലിയ വിഷമമുണ്ട്, വലിയ പ്രയാസമുണ്ട്, എങ്കിലും നീതി വിജയിക്കുമെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. സിസ്റ്റർ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. സിസ്റ്റർ നല്ല മനസ്സിന് നല്ല കട്ടിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിയമപരമായിട്ട് പോരാടണം, നിയമപരമായിട്ട് കോടതി വിശ്വാസമുണ്ട്, പുള്ളിക്കാരിക്കുമുണ്ട്. നിയമപരമായിട്ട് മുന്നേറണമെന്ന് ഞങ്ങളോടും പറഞ്ഞു. കേസിന് ബിലാസ്പൂരിലെ NIA കോടതിയാണ് പരിഗണിക്കുക. അവിടെ ശക്തമായ നിയമ പോരാട്ടത്തിന് കന്യാസ്ത്രീകളെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താൻ സഭയും മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം സജീവമായി രംഗത്തിറങ്ങുന്നുണ്ട്. അധികം വൈകാതെ കന്യാസ്ത്രീകളെ പുറത്തിറക്കാനുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ ഇവിടെ ദുർഗ് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ദുർഗിൽ നിന്ന് സ്റ്റീഫൻ മാത്യുവിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.